ഒരു വിമാനം അടിയന്തര ഘട്ടങ്ങളിൽ ഇടിച്ചിറക്കേണ്ടി വരുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ സീറ്റുകൾ ഏതാണെന്നറിയുവാൻ വേണ്ടിയും അപകടങ്ങളിൽ യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്താനുള്ള പഠനങ്ങൾ നടത്തുന്നതിനും വേണ്ടിയും നടത്തിയ ഒരു പരീക്ഷണമാണിത്. 2012 മെക്സിക്കോയിലെ സെനോറൻ മരുഭൂമിയിലാണ് ഡിസ്കവറി ചാനലിന്റെ ക്യൂരിയോസിറ്റി പ്ലെയിൻ ക്രാഷ് എന്ന ഡോക്യുമെന്ററിക്ക് വേണ്ടി ഇങ്ങനെയൊരു പരീക്ഷണം ബോയിംഗ് 727 എന്ന യഥാർത്ഥ വിമാനം കൊണ്ട് നടത്തിയത്. ഈ വിമാനത്തിലെ സീറ്റുകളിലെല്ലാം മനുഷ്യരുടെ ഡമ്മികൾ വെച്ചായിരുന്നു പരീക്ഷണം. ജിംബോബ് എന്ന പൈലറ്റ് ഈ വിമാനത്തെ ടേക്ക് ഓഫ് ചെയ്യിപ്പിക്കുകയും ക്രാഷ് ടെസ്റ്റ് നടത്താനുള്ള ഉയരത്തിൽ എത്തിച്ചതിനു ശേഷം പാരച്യൂട്ടിൽ രക്ഷപ്പെടുകയുമായിരുന്നു. തുടർന്ന് ഈ വിമാനത്തെ ഒരു റിമോട്ട് കൺട്രോളിന്റെ സഹായത്തോടെ മുൻഭാഗം ഇടിച്ചുള്ള ക്രാഷ് ലാൻഡ് ചെയ്യിക്കുകയായിരുന്നു. വിമാനത്തിന്റെ മുൻഭാഗം ഇടിച്ചുള്ള പരീക്ഷണം ആയതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നവർക്കാണ് അപകടം സംഭവിക്കാനുള്ള കൂടുതൽ സാധ്യത എന്ന് കണ്ടെത്തുകയുണ്ടായി. എങ്കിലും സീറ്റ് സുരക്ഷ, ബ്രേസ് പൊസിഷനുകൾ, കൂട്ടിയിടി സമയത്ത് വിമാനത്തിന്റെ ഘടനാപരമായ സമഗ്രത എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കാൻ ഈ പരീക്ഷണം സഹായിച്ചു.